ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ജിയയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട്, എന്ത് പറ്റി, നിനക്കിന്ന് പതിവിലും നല്ല സന്തോഷം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ആടി അത് വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ പപ്പിയെ കാണാനില്ലായിരുന്നു, അതെനിക്ക് അന്വേഷിച്ച് കിട്ടി. അതിന് ശേഷം ഒരു വലിയ കഥ തന്നെയുണ്ട്. കാട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒത്തിരി ലേറ്റ് ആയിരുന്നു. അതുകൊണ്ടെന്താ കാട്ടിൽ തന്നെ ഞാനും ലെൻസിയാനും ഇന്നലെ തങ്ങേണ്ടതായിട്ട് വന്നു. അതിനിടയിൽ അവൻ ആ പോയിസണുള്ള ഒരു മഷ്റൂമില്ലേ അമിതമായിട്ട് കഴിക്കുകയും ചെയ്തു. ഞാൻ ഒരുപാട് പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജിയ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇത് മാത്രമല്ല വേറെ എന്തോ കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കിസ് ചെയ്ത കാര്യമൊന്നും ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ചെക്കൻ സൂസനോട് പറയുന്നുണ്ട്, നന്നായിട്ട് നീ ഫുഡ് കഴിക്കുക, നാളെ എന്തായാലും നാട്ടിലേക്ക് പോകാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ, ഇവൻ ഇതല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇന്നലെ എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ നോക്കിയപ്പോഴായിരുന്നു എൻ്റെ ക്യാമറ എങ്ങാണ്ടോ പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോസും എനിക്ക് നന്നായിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കേട്ടവരെല്ലാവരും അയ്യോ അതെന്ത് പറ്റി, എത്ര കഷ്ടപ്പെട്ടെടുത്ത ഫോട്ടോസാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഒന്നേന്ന് എല്ലാ ഫോട്ടോസും എടുക്കണമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരാൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല എന്നാണല്ലോ തോന്നുന്നതെന്ന് പറയുമ്പോൾ, ചേച്ചി ഞാനിതിന് അങ്ങനെ പെരുമാറണം, എനിക്ക് ഫോട്ടോസ് എല്ലാം നന്നായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നത്, അതൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ്റെ അമ്മ പറയുന്നുണ്ട്, സാരമില്ല മോനെ, നിനക്ക് എത്ര ദിവസം വേണേലും ഇവിടെ താമസിക്കാമെന്ന് പറയുമ്പോൾ, അതിനുള്ള റൂം ഇവിടെ ഇല്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരാളുള്ളതാണെങ്കിലോ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജി ഇതിനിടയിൽ കയറി പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ എന്താ ലിൻസിയൻ അവൻ്റെ റൂം ഷെയർ ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അത്രയ്ക്ക് നിനക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ നീ അവനെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഈ ഫ്രണ്ട് ചെക്കൻ പറയുന്നുണ്ട്, സാരമില്ല അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഒപ്പം വന്ന് താമസിക്കാനായിട്ട് പറയുമ്പോൾ ഹീറോയിനുടനെ പറയുന്നുണ്ടായിരുന്നു, ലിൻസിയൻ എന്തായാലും അവൻ്റെ റൂം ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോ അവൻ്റെ റൂമിൽ വന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു ഈ ചെക്കൻ കയറി വന്നിട്ടുണ്ടായിരുന്നത്. എന്താ ബ്രോ നിങ്ങളിവിടെ ഇരുന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുവാണല്ലോ എന്ന് പറയുമ്പോൾ ഹീറോ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോടായി ചോദിക്കുന്നത്, ഞാനിവിടെ ഈ റൂമിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒട്ടും ഇഷ്ടമായില്ലല്ലേ, മനസ്സിലെന്തോ പേടിയുള്ളത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ അവനൊന്ന് തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, നീ അവളെ അത്രയ്ക്കൊന്നും പ്രണയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും നിന്നെ ബോധിപ്പിക്കാനുള്ള കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു കാര്യം കൂടെ കേട്ടോ, നീ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇതൊന്നും കേട്ടോണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടെ അവനെ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ജിയായിരുന്നു. നാളെ നീ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഒരിക്കലും ജീവമേ നിനക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലെൻസിയാൻ്റെ റൂമിൽ തന്നെ താമസിക്കണമെന്നും അവനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ജിയ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു സൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൻ റൂമിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് തന്നെ അവൻ പുറത്തൊരു ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. അമ്മേ അച്ഛ ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ഈ കോഴിക്കൂട്ടിൽ നിന്ന് കോഴി പുറത്തേക്ക് എത്തി നോക്കുന്ന പോലെ സൂസ് പുറത്തേക്ക് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നത്. അയ്യോ മോനെ നീ ഇതെങ്ങനെ ഇതിനകത്ത് എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് ലിൻസിയെ റൂമിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ, ഇവനെ കൊണ്ട് എനിക്ക് വേറെ സമാധാനം ഇല്ലാതാവുകയാണല്ലോ, ഞാൻ ഇന്നലെ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സൂസനും കൂട്ടിയിട്ട് തിരികെ ലിൻസിയാൻ്റെ റൂമിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനെ കൊണ്ടുപോയിട്ട് ആ ബെഡിൽ തന്നെ കിടത്തുന്നുണ്ടായിരുന്നു. വേറെ വഴിയില്ലാതെ ലിൻസിയാനും അവന് സ്ഥലം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഇവിടെ കടന്നിട്ട് ഉറക്കത്തിലാണോന്ന് അറിയത്തില്ല, നമ്മുടെ ഹീറോയുടെ ബെഡ്ഷീറ്റ് പിടിച്ച് വലിക്കുന്നു, അവൻ്റെ മേലേക്ക് കയ്യും കാലും എടുത്തിടുന്നു, ആകെ ബൊത്തോ ബഹളമായിരുന്നു. ഇവനിന് ഒരു അല്പം പോലും ഇവിടെ കിടക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജിയോമെ വിളിച്ചെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഹീറോയുടെ റൂമിലേക്ക് പോയിട്ട് അവളെ വിളിച്ചുണർത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ ഡോറിലേക്ക് ഒന്ന് ചെവി ചേർത്ത് വെച്ച് നോക്കാനായിട്ട് പറയുമ്പോൾ അവൾ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഭയങ്കര സൗണ്ടായിരുന്നു അവൻ്റെ കൂർക്കം വലിയുടെ. ഇനി നീ പറയും ഇതിനിടയിൽ പോയി ഞാൻ കിടക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇതെന്ത് പറയാനെന്ന് ചോദിക്കുമ്പോൾ, നീയല്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയത്, അപ്പോൾ നീ തന്നെ എനിക്കൊരു വഴി പറഞ്ഞു തരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹീറോയിനും കൂടെ ഹീറോയിൻ്റെ റൂമിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മൾ രണ്ടാളും ഈ രാത്രിയിൽ ഈ റൂമിലാണോ ഇരിക്കാനായിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ എവിടേക്ക് പോകണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഉറങ്ങണോ ഉറങ്ങാതിരിക്കണോ? ഉറങ്ങാതിരിക്കും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഇവിടെ ഒരൊറ്റ ബെഡ് മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് സ്നാക്സ് എങ്ങാനും പോയി എടുത്തിട്ട് വരാം, രണ്ടുപേർക്കും കൂടെ അത് കഴിച്ചിട്ട് എന്തേലും വർത്താനം പറഞ്ഞിരിക്കാമെന്ന് ഹീറോയിൻ പറയുമ്പോൾ, അതിനുള്ള മൂഡൊന്നും എനിക്കില്ലാന്ന് ഹീറോ പറയുന്നുണ്ടായിരുന്നു.
എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും എന്താ വഴിയെന്നുള്ളത് ആലോചിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവള് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതെന്താ നീ ഇരുന്ന് ആലോചിക്കാതെ കിടന്ന് ആലോചിക്കാനായിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ, അല്ല അത് പിന്നെ കിടന്നാലേ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ, ജിയോമോ നീ എന്താ സ്വപ്നത്തിൽ കടന്നാണോ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവിടെ തനക്കോ ഒന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവൾ ഈ ഉറക്കത്തിനിടയിൽ തന്നെ മൂടിച്ചിരുന്ന ബെഡ്ഷീറ്റ് ഇങ്ങനെ ചവിട്ടി താഴേക്ക് മാറ്റുമ്പോൾ അവൾക്ക് ഈ ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു കൊടുക്കാനായിട്ട് ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ തന്നെ അവൻ്റെ കഴുത്തിലേക്ക് കയറി ടൈറ്റായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ഇടി എൻ്റെ കഴുത്ത് വിടടി, ഞാൻ പോകട്ടെ പോകട്ടെ എന്ന് പറഞ്ഞ് പറയുമ്പോഴും ഇവളെ വിടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവൻ അവിടെ തന്നെ കിടക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ കിടന്നത് മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവനും അങ്ങ് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ഒരു ബെഡിലായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഹീറോ അടുത്ത് കിടക്കുന്നതായിരുന്നു. അയ്യോ, നീ ഇന്നലെ ഇവിടെയാണോ കിടന്നത്? അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൾ ആലോചിച്ച് നോക്കുമ്പോഴായിരുന്നു ഇവള് തന്നെ ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിച്ച കാര്യം ഇവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പം തന്നെ നാണം കാരണം ഇവള് തിരികെ ആ ബെഡിലേക്ക് തന്നെ കിടന്നിട്ട് ആ ബെഡ്ഷീറ്റ് വെച്ചിട്ട് മുഖം അങ്ങ് മറക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പോയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞു മതി കേട്ടോ നീ വരുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നു പറഞ്ഞിട്ട് ഇവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സൂസു ആണെങ്കിൽ ഒന്ന് പല്ല് തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളി ഡോറും തുറന്ന് ഇറങ്ങി വരുമ്പോഴായിരുന്നു ഹീറോയിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇവൻ കാണുന്നുണ്ടായിരുന്നത്. അല്ല നീ എന്താ ഇവളുടെ റൂമിൽ നിന്ന് ചോദിക്കുമ്പോൾ, നിനക്കാടാ ഒരുപാട് നന്ദി പറയേണ്ടത്. നീ ഇന്നലെ രാത്രി എൻ്റെ റൂമിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസരം കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇന്നലെ രാത്രി മുഴുവനും നീ അവളുടെ റൂമിലാണ് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ അതിന് മറുപടി ഒന്നും പറയാതെ തിരികെ റൂമിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇവൻ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, എടാ പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സൂസന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ പോയി മേടിക്കുമ്പോൾ പുതിയൊരു ക്യാമറയായിരുന്നു. അയ്യോ, ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് ആരെ എനിക്ക് തന്നു വിട്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ക്യാമറ നിനക്ക് മേടിച്ചു തന്നത് ഞാനാന്ന് പറയുമ്പോൾ, ഇത്രയും എക്സ്പെൻസീവായ ക്യാമറ നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നതല്ല, എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോകുമല്ലോ, അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എന്താന്ന് വെച്ച് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാനായിട്ട് പറയും. അതിനെനിക്ക് പെട്ടെന്നൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല. നീ കണ്ടില്ലേ ഈ കാലാവസ്ഥ ഇങ്ങനെ കിടക്കുന്നത്, ഇപ്പോൾ ലൈറ്റ് ഒന്നും ശരിയാകത്തില്ല, അതുകൊണ്ട് എനിക്ക് ഉടനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ മടി കാണിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോകാനായിട്ട് താല്പര്യമില്ല അല്ലേ? നീ മനഃപൂർവ്വം ചാടത്തുള്ളി ഇവിടെ നിൽക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ, അതെ അത് തന്നെയാണ്, ഞാൻ മനഃപൂർവ്വം എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും വെതറൊക്കെ ഒന്ന് ശരിയായിട്ട് ഇവർ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ സൂസുവിനെ കൂട്ടിയിട്ട് നേരെ പോകുന്നത് ഇവരുടെ ആ സീക്രട്ട് പ്ലേസിലെ അവിടേക്കായിരുന്നു കേട്ടോ. ഹീറോ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവനെയും കൂട്ടിയിട്ട് വന്നിട്ട്, ഇതാണ് എൻ്റെ സീക്രട്ട് പ്ലേസ്, നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിനക്കും എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ കാണുമല്ലോ ഇതിനൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ലിൻസിയാണ് ഇതിന് മുന്നേ ഇവിടെ അറിയാം, അവനും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പം ഈ കാണുന്നത് പോലെ ഇതിനാക്കി എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് സൂസുവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പിണങ്ങി എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ നേരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ ഇതെവിടെയാണ് പോകുന്നത്? നമ്മുടെ രണ്ടുപേരും സീക്രട്ട് പ്ലേസ് അല്ലേ, അവിടേക്ക് എന്തിനാ അവനെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ അവനിവിടെ കൊണ്ടുവന്ന എന്തെങ്കിലും ഐഡിയാസ് അവനും പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ലേ, അതുകൊണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്ന സമയത്ത്, നീ ഒന്ന് മിണ്ടാൻ നിൽക്ക്, അവൻ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോലെന്ന് പറഞ്ഞിട്ട് ഹീറോന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് തിരികെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഹീറോയിന് അടുത്തെന്തോ പ്ലാൻസ് ഒക്കെ നടന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് സൂസു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുള്ള രീതിയിൽ സൂസുവിൻ്റെ കാലിലേക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അയ്യോ അറിയാതെ പറ്റിയതാണ്, സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഇവനിത് മനഃപൂർവ്വം ചെയ്യുന്ന ആളെന്ന് മനസ്സിലായിരുന്നു കേട്ടോ. ഹീറോയിൻ പെട്ടെന്നായിരുന്നു ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അയ്യോ വിത്തെടുക്കാൻ പോകണമല്ലോ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട ലിൻസിയ നീ ഒന്ന് പോയി വിത്തെടുക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോവാം, കൂട്ടിന് ഈ സൂസുവിനും കൂടെ വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൻ, ഞാൻ എങ്ങനെ വരാനാണ്, എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ലിൻസിയാണെങ്കിൽ, ജിയോമോ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂസു ആണെങ്കിൽ, വേണ്ട ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയായിട്ട് വിത്തെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. സൂസു ആണെങ്കിൽ ഓരോ ചാക്ക് എടുക്കുന്ന സമയത്ത് മുക്കിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന ഹീറോ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ തന്നെ ഇത് എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ ചാക്കും വണ്ടിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കും, എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാൻഡിൽ സൂസുവും ഒരു ഹാൻഡിൽ നമ്മുടെ ഹീറോയും പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആകുന്നുണ്ടായിരുന്നു. നൈറ്റ് ഈ സൂസുവിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കാനായിട്ട് നേരത്തെ തന്നെ ഹീറോ ആരെയെ വിളിച്ചിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ കോൾ ചെയ്ത് പറയുന്നുണ്ട്, ഹീറോയിനും സൂസുവും കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. കോളേജിൽ വെച്ചിട്ട് ഇവർ കപ്പിൾസ് പോലെയൊക്കെ ആയിരുന്നു, പക്ഷേ പരസ്പരം അങ്ങോട്ടും പ്രണയിച്ചിട്ടില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു സൂസു നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നീ നോക്കിയേ, മര്യാദയ്ക്ക് ഇന്നേ ദിവസം നീ ഈ റൂമിൽ തന്നെ കിടന്നുറങ്ങിക്കൊള്ളണം,
ഞാൻ നിന്നെ ഈ രാത്രി മുഴുവൻ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് പോകാന്ന് പറയുമ്പോൾ നീ അങ്ങനെ ഉറക്കളിച്ചിരിക്കണമെന്നൊന്നുമില്ല. നിന്റെ ഈ കൂർക്കം വലിയ നിർത്തുവാണെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് എവിടേക്കും പോകത്തില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കൊള്ളാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ശരി ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ അഥവാ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ നീ എന്നെ അപ്പം തന്നെ അടിച്ചോളാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ദേ ഇതിപ്പോൾ നീയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും അടി കിട്ടിയിട്ട് ലാസ്റ്റ് അയ്യോ ഞാൻ അടിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമെങ്ങാനും ഉണ്ടാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇല്ല എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സൂസു ഒരിടത്തും ഹീറോ ഒരിടത്തുമായിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം നമ്മുടെ ഹീറോ ഇവൻ വാച്ച് ചെയ്ത് ഇരുന്നിരുന്ന് ലാസ്റ്റ് അവൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ട് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ കാലിൽ തന്നെ ഒരു ചവിട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് ശരിയാകത്തില്ല, ഞാൻ ഈ ചെയറിൽ തന്നെ ഇരിക്കാം, ഇനി എന്തായാലും ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഇത് തന്നെ തക്കുമെന്ന് പറഞ്ഞിട്ട് ആ ബെല്ലിൽ വിശാലമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. സൂസു ഈ ചെയറിൽ ഇരുന്ന് അങ്ങ് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഹീറോ അത് കാണുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആ ചെയറിലിരുന്ന് ഉറങ്ങി മൂക്കുപോയി എങ്ങാണ്ടോ ചെയറിൽ ഇരിക്കുമ്പോഴായിരുന്നു രാവിലെ ആയെന്നുള്ളത് ഇവർ അറിയുന്നുണ്ടായിരുന്നത്. ഇതേ സമയത്ത് ഹീറോ നേരത്തെ ഉറക്കെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നേരെ ഹീറോൻ്റെ റൂമിലേക്ക് പോയിട്ട് അവളെങ്ങാണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഷെൽഫിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എവിടെയായിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നു പറഞ്ഞിട്ട് അവനവിടെ മൊത്തവും പരതുന്ന സമയത്ത് ഈ സൂസു ഉറക്കെഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയെ ബെഡിൽ കാണാനില്ലായിരുന്നു. അയ്യോ ഇവനിത് എവിടെ പോയെന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പതിവ് പോലെ ഹീറോയിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ ഇന്നലെ രാത്രി നീ റൂമിലല്ലേ കിടന്നുറങ്ങിയത്? അതൊന്നും എനിക്കിപ്പോൾ നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ തലയിൽ ഒരു ഇടി വീണ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സിറ്റിയിൽ നിന്ന് നമ്മുടെ ഹീറോ എപ്പോഴും കോൾ ചെയ്യുന്നൊരു പെൺകുട്ടിയില്ലേ, അവൾ വിളിക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കാത്തത്? എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇവളാകെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റില്ലേ, അവനാണെങ്കിൽ സിറ്റിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ ഫയൽ ഇതാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഫയലിലെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ വില്ലേജിൽ അതെന്തോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശൻ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഇവന് മനസ്സിൽ ആലോചിക്കുമ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറിന് എപ്പോഴാണ് തിരികെ നാട്ടിലേക്ക് വരുന്നത്? അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പറയുമ്പോൾ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ ആ സിറ്റിയിലുള്ള പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്നേരം അവൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലിങ്ക് ഗ്രൂപ്പ് ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിന്റെ എഗ്രിമെന്റിന്റെ കാര്യം എന്താ പറയുന്നത്? അത് ക്യാൻസൽ ചെയ്യുന്നതാണോ നീ വിചാരിക്കുന്നത് ചോദിക്കുമ്പോൾ അത് തന്നെയാണ്, എൻ്റെ കമ്പനി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. വെറുതെ എൻ്റെ സ്വഭാവം മാറിയാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. വലിയൊരു നഷ്ടം സഹിക്കാനായിട്ട് നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പതിവ് പോലെ സൂസുവും നമ്മുടെ ഹീറോയും തമ്മിൽ മൽപ്പെടുത്ത് അങ്ങോട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്ത് എന്തോ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളൊരു കോഴി പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയും ഒരു കോഴി പിടിക്കുന്നുണ്ടായിരുന്നു, സൂസു ഒരു കോഴി പിടിക്കുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ വന്നിട്ട് നിങ്ങൾ ഈ രണ്ടുപേരും എന്തായി കാണിക്കുന്നത്? എന്നിട്ട് അവൾ നേരെ പോയിട്ട് ഹീറോയുടെ കയ്യിലിരിക്കുന്ന കോഴി മേടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പരുവായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് അതിനെ നേരെ കൊണ്ടുപോകുമ്പോൾ ഹീറോയ്ക്ക് എന്തോ വലിയൊരു അവാർഡ് കിട്ടിയ ഒരു ഗെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം ഹീറോ നേരെ പോയിട്ട് കിച്ചണിൽ പോയി അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ആ കത്തി വെച്ചിട്ട് നേരെ കട്ട് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതൊന്നും അത്ര പിടിച്ച് ശീലമില്ല, എന്തായാലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ കത്തി വെച്ച് അങ്ങ് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ് സഹിതം പൊട്ടുന്നുണ്ടായിരുന്നു. കൊള്ളാം, ഇപ്പം നിനക്ക് പണി കിട്ടും, ഇതെൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്, ഇപ്പം നോക്കിയോ പ്രശ്നം വരുന്നു, ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് തന്നെ അമ്മ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഇതെന്താടി ഈ കാണിച്ച് വെച്ചിരിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ആൻറ്റി അത് എൻ്റെ കയ്യിൽ പറ്റിയ മിസ്റ്റേക്കാന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവർ ചിരിച്ചിട്ട് അയ്യോ മോൻ്റെ കയ്യിലാണോ, സാരമില്ല മോനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത് ചോദിക്കുമ്പോൾ പിന്നെ അതിൻ്റെ മരുമകനല്ലേ, അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതിന് ഞാനൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ അതാ മരുമകനല്ലേ, മകനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ മോളെ മകനും മരുമകനും എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇപ്പം എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് അത് രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് പുറത്താണെങ്കിൽ സൂസു ഭയങ്കര സങ്കടത്തിലിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ജി ആണെങ്കിൽ എന്ത് പറ്റി, നിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതുവരെ എത്തി, ഹീറോയിനെ സെറ്റാക്കി എടുക്കുന്നതിൽ എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, എന്തോ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നീ ചിന്തിക്കരുത്, ലിൻസിയാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിൽ പരിചയത്തിലായിരുന്നവരല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കണക്ഷൻ വരുന്നത് നിങ്ങൾ തമ്മിലാണ്, കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചാൽ അവൾ ഉറപ്പായിട്ട് സെറ്റാവുമെന്ന് പറയുമ്പോൾ എങ്കിലേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാമല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഹീറോ അവൻ്റെ ഷർട്ട് പുറത്ത് ഊരിയിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ പോക്കറ്റിൽ അവൻ്റെ ഫോണും കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കോൾ വരുന്നുണ്ടായിരുന്നു. ജയ് ഇത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ സിറ്റിയിൽ എപ്പോഴും വിളിക്കുന്ന പെൺകുട്ടിയില്ലേ അവളായിരുന്നു. നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിൽ എടുത്തിട്ടാ ഞാൻ നിന്നെ വിളിക്കില്ല എന്നാണ് വിചാരിച്ചത്, എന്താ നിന്റെ ഉദ്ദേശം? നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത പ്ലാൻ നിനക്ക് മറന്നുപോയോ?
ഇത് നോക്കിയേ, ഞാനും നീയും ഒന്നിക്കുവാണെങ്കിൽ മാത്രമേ നിന്റെ കമ്പനി ഇനി നിലനിൽക്കത്തുള്ളൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കമ്പനിയുടെ പതനമായിരിക്കും കാണാൻ പോകുന്നത് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജിയയ്ക്ക് ഇത് ഏത് പെൺകുട്ടിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്നേരം അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടായിരുന്നു. സിറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതോട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണ് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയുടെ ഫോണിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ നമ്പർ ഇവൾ ഫോട്ടോ എടുത്തും വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ. വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവൾ നടന്നു പോകുന്ന സമയത്ത് സൂസ് തലകുത്തി ഇരുന്നിട്ട് എങ്ങനെയാണ് ഇനി ഹീറോയിനെ സെറ്റാക്കി എടുക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ഫ്രണ്ട് ചെക്കൻ ജിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതാ നിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സോ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രസ്സ് ആ സമയത്ത് അവൾ വലുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആ ബില്ല് നോക്കുമ്പോൾ ഇവളാകെ അത്ഭുതപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഡ്രസ്സ് അവിടെ നിന്ന് ആരെങ്കിലും കളക്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നൊരു സാറ് മേടിച്ചു പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ.